തസവ്വുഫും സുഹുദും അംറും ബിൽ മഅറൂഫും കുറഞ്ഞ സമസ്തക്കാർ. മുൻകാലങ്ങളിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഷംസുൽ ഉലമ അവർക്കൊക്കെ ദീനുണ്ടായിരുന്നു. ആ ദീനുള്ളത് കൊണ്ട് ദീനാണ് അവർ പറയാറ്. പ്രത്യേകം കണ്ണിയത്ത് ഉസ്താദ് അവരുടെ സൂക്ഷ്മത കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു പ്രാവശ്യം കോഴിക്കോട്ട് നിന്ന് മുഷാവറ യോഗം കഴിഞ്ഞ് സ്റ്റാൻഡിലെത്തിയപ്പോൾ കുറച്ച് പൈസ ബസ് ചാർജ് മാത്രം കീസിലുള്ള മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ സംഘടന എന്ന് പറയാൻ പോലും ഇതിനെ മടിക്കേണ്ടിയിരിക്കുന്നു. കാരണം പണം കൊണ്ട് അനാവശ്യമായ വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ മിൻ ഇഖ്വാനി ശയാത്തീൻ. മനസ്സിലായില്ലേ? അനാവശ്യമായി ചെലവഴിക്കുന്ന ഈ പണ്ഡിത വേഷധാരികളെ സംബന്ധിച്ച് എന്തു പറയാൻ. അങ്ങനെ മുഷാവറ യോഗം കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഒരാൾ ചോറ് കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പൈസ എടുത്തിട്ട് ആ ചോറ് കഴിക്കാനുള്ള പൈസ കൊടുത്തു. പിന്നീട് കോഴിക്കോട്ട് നിന്ന് വാഴക്കാട് വരെ നടന്നു വന്നപ്പോൾ കുട്ടികൾ പറഞ്ഞു ചോറ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ചോറ് കൊടുന്ന് വെച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ന് ദർസ് നടത്താത്തത് കൊണ്ട് ആ ചോറ് ഹലാലാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ആളുകൾ വരും, നമുക്ക് കുറച്ച് നേരം ക്ലാസ് എടുത്തിട്ട് ആ ചോറ് വയ്ക്കാം എന്ന് പറഞ്ഞു. അത്രത്തോളം സൂക്ഷ്മശാലികളായ സമസ്തനെ നിയന്ത്രിച്ച മഹാനായ തസവ്വുഫിൻ്റെ പണ്ഡിതനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ സമസ്തയാണോ ഇപ്പോൾ ഈ ദുബായ് സമ്മേളനം അവരുടെ പണക്കൊഴുപ്പുകളും അവരുടെ വേഷങ്ങളും. ആ വേഷം ഒല്ലിയിട്ടാൽ തസവ്വുഫ് ഉണ്ടാവുമോ? ഒല്ലിയിട്ടാൽ ഈമാൻ ഉണ്ടാവുമോ? ഇതാ തുല്യത്ത് ആലയും സാദത്തും ഈമാനും എന്ന് പറഞ്ഞ ആ കാര്യം വലിയൊരു തലീക്കെട്ടും ഒരു ഒല്ലിയിട്ടുണ്ടാവുമോ? ഖൽബിൽ ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ചാടിപ്പോകുന്നതും അതുമാത്രമല്ല ഞങ്ങൾക്ക് കല്യാണം വേണ്ട എന്ന് പറയുന്നതും. അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ സമസ്തയുടെ ഇനിയുള്ള കാലയളവിൽ രണ്ട് സമസ്തക്കാരുടെയും AP സമസ്തയിൽ തീരെ ദീനില്ല. അവരുടെ വെറും വേഷം മാത്രം. കാരണം അവർ പിരിക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹലാലായ മുതലുകൾ അവരിൽ വളരെ കുറവാണ്. ആ ഒരു രീതി ഇന്ന് സമസ്തയിലേക്കും കയറിക്കൂടി എന്നുള്ളതാണ്. വളരെ ഖേദത്തോടും ദുഃഖത്തോടും പറയുന്നു. ഇതൊക്കെ പണ്ഡിതന്മാരാണോ? ഇത് പണ്ഡിതനാണോ? ദീനീ പണ്ഡിതന്മാരാണോ? ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്.